അതെ, ഞാൻ ഇന്നൊരു അച്ചാറുണ്ടാക്കുകയാണേ. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചൊരു 4-5 നാരങ്ങ ഈ പരുവത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പരുവത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു 10-15 ഈന്തപ്പഴം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ അരി കളഞ്ഞെടുത്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം നമ്മൾക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര ഉരുക്കിയത് പൊടിയായിട്ട് കിട്ടുന്നെങ്കിൽ അത് മേടിച്ചിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തിൽ എന്തെങ്കിലും കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അരിച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഉരുക്കി ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനത് ഉരുക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ള ഉപ്പ്. അപ്പം അതിലേക്ക് ആവശ്യമുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം എരിവ് വേണ്ടാത്തവർ കാശ്മീരി എടുക്കാം, അല്ലാത്തവർക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാം കേട്ടോ. അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുവാണ്. അപ്പോൾ വേറെ വെള്ളമൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഈ ശർക്കര ഉരുക്കിയ വെള്ളം മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ കുക്കറിലിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലിട്ടൊന്ന് വിസിലടിക്കണം. അപ്പോൾ ഞാനത് കുക്കറിനകത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനത് കുക്കറിനകത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുക്കർ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം. ചെറിയ തീയിട്ടാണ് ഗ്യാസ് സ്റ്റവിൽ വെക്കേണ്ടത് കേട്ടോ. അത് ഗ്യാസ് സ്റ്റവിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 7-8 വിസിൽ വരെ അടുപ്പിക്കണം. അപ്പോൾ ചെറിയ സിമ്മിലിട്ടാണ് വെക്കേണ്ടത്. വലിയ തീയിൽ വെക്കരുത്. വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് ഒരു 8 വിസിൽ വരെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്ന് നമ്മുടെ നാരങ്ങയും ഒക്കെ പുറത്തെടുത്തിട്ട് ഒരു പാത്രത്തിന് അതിലോട്ട് ഇട്ട് വെച്ചതാണ്. ഇതുപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അച്ചാറാക്കി എടുക്കാം. അപ്പം നമ്മളുടെ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ടത് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളുടെ കുക്കറിൽ വേവിച്ചെടുത്ത നാരങ്ങയും ഈന്തപ്പഴവും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങയുടേത് ഉണ്ടാക്കിയിട്ടുണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നവർ ഇതാദ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ വിനാഗിരി ഒഴിക്കണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം കുറേ ദിവസമൊക്കെ ഇത് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ നാരങ്ങ ഈന്തപ്പഴ അച്ചാർ റെഡി. താങ്ക് യു. സൂപ്പറാണ് കേട്ടോ. ഞാനതിപ്പം നമ്മുടെ പാനിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.